പ്രിയ സുഹൃത്തുക്കൾക്ക് മോളിവുഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 3-ാം തീയതി OTT റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ആദ്യത്തേത് ഒരു റിയലിസ്റ്റിക് ഫാമിലി മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് സത്യത്തിൽ സംഭവിച്ചത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്തെ നീതിയുമായി ബന്ധപ്പെട്ട കഥകൾക്കിടയിൽ ആ ഗ്രാമത്തിലെ ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഭവങ്ങളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു കൊലപാതകവുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ആകാശ് മേനോൻ, ദിൽഷാന, ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ് എന്നിങ്ങനെ ഒരു വലിയ താരത്തിന് തന്നെ ഈ മലയാള സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാവുന്ന ഒരു നാടൻ പശ്ചാത്തലത്തിലുള്ള ഒരു കോമഡി സസ്പെൻസ് ചിത്രമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റ് ആണ്. ഓഗസ്റ്റ് മാസം 7 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ബോബി ഡിയോൾ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഹിന്ദി ചിത്രമാണ് ബന്ദർ. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത ഈ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ ഇന്ദ്രജിത് സുകുമാരൻ, രാജ്പി ഷെട്ടി, സന്യ മൽഹോത്ര എന്നിങ്ങനെ ഒരു വലിയ താരത്തിന് തന്നെ ചിത്രത്തിൽ അണിനിരക്കും. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒരു ടെലിവിഷൻ താരം തന്റെ മുൻകാമുകിയുടെ ബലാത്സംഗ ആരോപണത്തെ തുടർന്ന് നിയമപരമായും വ്യക്തിപരമായും പ്രതിസന്ധിയിലാകുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം റിലീസ് ഉണ്ടാവുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അങ്ങനെ പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമിട്ടുകൊണ്ട് കാട്ടാളന്റെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോൾ ജോർജ് എഴുതി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. തെന്നിന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ്, തുഷാര വിജയൻ ഇവരെ കൂടാതെ ജഗദീഷ് സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ സിനിമയിൽ ആനക്കൊല്ലി എന്ന ഗ്രാമത്തിൽ ആനക്കൊമ്പ് കള്ളക്കടത്ത് നടത്തുന്ന മാരി, എഡ്ഡി എന്നീ അധോലോക നായകന്മാരിൽ എഡ്ഡിയുമായുള്ള മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ മാരി സഹായത്തിനായി വിദഗ്ധനായ കള്ളക്കടത്തുകാരൻ ആന്റണിയെ വിളിക്കുന്നു. തുടർന്നുണ്ടാകുന്ന സംഘടനകളാണ് സിനിമയുടെ പ്രധാന പ്രമേയം. മനോരമ മാക്സിലൂടെ ഓഗസ്റ്റ് മാസം 13-ാം തീയതി മുതൽ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു സൂപ്പർ ഹീറോ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് സൂപ്പർ ഗേൾ. ആക്ഷൻ അഡ്വഞ്ചർ ചിത്രത്തിൽ സൂപ്പർമാന്റെ കസിനായ കാര സോറൽ എന്ന സൂപ്പർ ഗേളിന്റെ കഥയാണിത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ മൂവിയാണ് യൂന ബോംബർ. അമേരിക്കയിലെ വർഷങ്ങളോളം ഭീതിയിലാഴ്ത്തിയ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ ആഭ്യന്തര ഭീകരൻ ടെഡ് കാസിൻസ്കി അഥവാ യൂന ബോംബർ എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതവും അയാളെ പിടികൂടാൻ FBI നടത്തിയ അന്വേഷണവുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സെപ്റ്റംബർ മാസം 25 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പൊങ്കാല. ശ്രീനാഥ് ബാസിയാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ഓൾറെഡി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി ഇപ്പോൾ മനോരമ മാക്സിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മുഹമ്മദ് ഖാൻ സംവിധാനം ചെയ്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദി ജംഗിൾ. അക്ഷയ് കുമാർ, സാക്കിർ ഹുസൈൻ, അർഷാദ് വാർസി, സുനിൽ ഷെട്ടി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രശസ്ത കോമഡി ഫ്രാഞ്ചൈസിയായ വെൽക്കം പരമ്പരയിലെ 3-ാമത്തെ ചിത്രമാണിത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് വദാന്തി സീസൺ 2. ആൻഡ്രൂ ലൂയിസ് സംവിധാനം ചെയ്ത ഈ സീരീസിൽ ശശികുമാർ, പശുപതി, അപർണ ദാസ്, അനഘ എന്നിങ്ങനെ ഒരു വലിയ താരത്തിന് തന്നെ ഈ സീരീസിൽ അണിനിരക്കുന്നു. ഓരോ എപ്പിസോഡിലും മാറിമറിയുന്ന സംശയങ്ങളും ത്രില്ലിംഗ് ആയ കഥാസന്ദർഭങ്ങളുമായി മികച്ചൊരു അറ്റ്മോസ്ഫിയറിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഈ സീസണിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ആകെ 8 എപ്പിസോഡുകളുള്ള ഈ സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M. പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K. മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇത് വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു അമേരിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ വെബ് സീരീസ് ആണ് ഔട്ടർ ബാങ്ക്സ്. ഔട്ടർ ബാങ്ക്സ് പരമ്പരയിലെ ഫൈനൽ സീസണാണിത്. ഈ ഹിറ്റ് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ഓഗസ്റ്റ് മാസം 20 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മേം വാപ്പസ് ആവൂങ്ക. ഇംതിയാസ് അലി സംവിധാനം ചെയ്ത് നസറുദ്ദീൻ ഷാ, ദിൽജിത്ത് ദോസഞ്ച്, ഷർവാരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ചിത്രമാണ് മേം വാപ്പസ് ആവൂങ്ക. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർമ്മകളും നഷ്ടപ്രണയവും പ്രമേയമാക്കി ഒരു വൈകാരികമായ ഡ്രാമ ചിത്രമാണിത്. ഹൃദയസ്പർശിയായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.